ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ സ്കൂളൊക്കെ ഇനി അടയ്ക്കാൻ വേണ്ടി പോകില്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പലഹാരം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. കടയിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നതിനെക്കാട്ടിലും വളരെ സേഫ് ആയിട്ടുള്ളൊരിതാണ്. അപ്പോൾ റെസിപ്പി നമ്പർ 1 കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മസാല കപ്പലണ്ടിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഇവിടെ പച്ച കപ്പലണ്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 കപ്പ് എടുക്കുന്നുണ്ട്. 2 കപ്പ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ, കുറച്ച് എടുക്കുവാണെങ്കിൽ. അപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുവാണ്. നമ്മുടെ കപ്പലണ്ടിയിലൊക്കെ ചിലപ്പോൾ അഴുക്കുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഒരു 1-2 വട്ടം കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെയൊക്കെ വെള്ളം ഒന്ന് വലാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ മാറിയതിന് ശേഷം ചെറിയ ഈർപ്പമൊക്കെ ഉണ്ടായിരിക്കും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 3-3.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ വെളുത്തുള്ളി ചീകിയതോ അല്ലെങ്കിൽ ചെറുതായിട്ട് ചതച്ചതോ അങ്ങനെ എന്തെങ്കിലും അരച്ചതോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കടലമാവാണ്. കടലമാവ് 2 കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് അരിപ്പൊടി, നമ്മുടെ സാധാരണ അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി, പുട്ടിൻ്റെ പൊടിയല്ല, ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചിലരുണ്ടാക്കുമ്പോൾ മസാല കപ്പലണ്ടി ഇങ്ങനെ ഒട്ടി ഇരിക്കുന്നതിൻ്റെയൊക്കെ കാരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ആദ്യമേ തന്നെ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കടലമാവ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒരു ഇച്ചിരി സമയം എടുക്കും മിക്സാക്കി എടുക്കാൻ വേണ്ടി. എന്നാലും നമ്മളിതൊന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം എടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഇളക്കി കൊടുക്കാം. പക്ഷേ കൈ വെച്ച് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മളിത് കയ്യിലൊക്കെ മൊത്തം നമ്മുടെ ആ മാവ് കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് നമ്മുടെ ആ പൊടിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് നമ്മുടെ കപ്പലണ്ടിയിലൊന്ന് ഇങ്ങനെ ഒന്ന് മൂടിയിരിക്കണം. ഈ ഒരു പരുവം. ഇതിങ്ങനെ കുടയുന്ന സമയത്ത് എല്ലാം പ്രത്യേകം മാവ് ഇങ്ങനെ മൂടിയിരിക്കും കേട്ടോ. അഥവാ എങ്ങാനും ഒരു ഒട്ടിയിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അതൊന്ന് വിട്ട് വന്നോളും. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ സാധനം ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് വറുത്തെടുത്താൽ മതി കേട്ടോ. പിന്നെ വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും മാറ്റി വയ്ക്കാം. അതും കൂടി ഇട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. ലാസ്റ്റ് ഇട്ട് വറുത്തെടുത്താലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വറുത്തെടുക്കാവേ. ഇനി നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കാൻ. ഇത് പച്ച കപ്പലണ്ടി ആയതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് വരണം. നമ്മളിപ്പം അല്ലാതെ നല്ല വറുത്തെടുത്ത കപ്പലണ്ടി ആണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളെ പുറമേ ഒന്ന് ക്രിസ്പി ആയി വന്നാൽ മതി, അത്ര സമയമൊന്നും എടുക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. കപ്പലണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിം ആക്കുക. അതിനുശേഷം ഇതുപോലൊരു പപ്പടം കുത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇറുക്കിലെയോ വെച്ചിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ബാറ്റർ ഉണ്ടല്ലോ, നമ്മൾ ആ ഒട്ടിയിരിക്കുന്ന ആ മാവ് മൊത്തം ഇങ്ങനെ ഇളകി പോരും കേട്ടോ. പിന്നെ ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇളക്കി കൊടുക്കാനേ. അപ്പോൾ ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി തന്നെ നമ്മളും തയ്യാറാക്കി എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വേറൊരു കളറും മറു സൈഡ് വേറൊരു കളറും അങ്ങനെ ആയിട്ടിരിക്കും കേട്ടോ. എല്ലാം കൂടി ഒരേ കളറായിട്ടിരിക്കത്തില്ല. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ആദ്യമേ തന്നെ അത് ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് അത് വറുത്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഇവിടെ കപ്പലണ്ടി നല്ലൊരു ക്രിസ്പി ആയിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിങ്ങനെ സൗണ്ട് ഇങ്ങനെ മാറും, ഒരു തട്ടുമ്പോൾ നമ്മൾ ക്രിസ്പി ആവുമെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ബാക്കി ഉള്ളതെല്ലാം നമുക്ക് അതുപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ.
അപ്പോൾ അതാ എല്ലാം ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പാത്രത്തിൽ നിറയെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാനാണെങ്കിൽ ഇതിന് എത്ര രൂപയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. അതുമാത്രമല്ല ഏതൊക്കെ എണ്ണയിലാണ് തയ്യാറാക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം മസാല കപ്പലണ്ടി. അപ്പോൾ ഇതെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.